ഹായ് ഓൾ, വെൽക്കം ടു ബേസിക് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടൊമാറ്റോ കൊറിയാണ്ടർ ചട്നിയാണ്. ഇത് ദോശയ്ക്കും ഇഡലിക്കും യൂസ് ചെയ്യാവുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഗാർലിക്, ഓണിയൻ, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, ടൊമാറ്റോസ്. ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കൂടാതെ കടുക് താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസും വേണ്ടതാണ്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു കുക്കർ പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഗാർലിക് ഒന്ന് ചെറുതായി സോട്ട് ചെയ്ത് കൊടുക്കുക. ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഓയിലിലേക്ക് വരുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കുക. ഗാർലിക് ഒന്ന് ബ്രൗൺ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻസ് ആഡ് ചെയ്യുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഓണിയനും ഗാർലിക്കും ഒന്ന് സോട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോസ്, ഏകദേശം 3 ടൊമാറ്റോസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോസ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അരക്കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കേണ്ടതാണ്. ചട്നിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് മല്ലിയില. കൂടാതെ ധാരാളം ഗാർലിക് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. അതിനാൽ ഒരു വിസിൽ മാത്രം മതിയാകും. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡർ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ ലിഡ് കൊണ്ടടിച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യേണ്ടതാണ്. ടൊമാറ്റോ എല്ലാം നല്ലവണ്ണം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ബ്ലെൻഡറിൽ 2 പൾസ് അരച്ചെടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, വളരെ ഫൈനായി അരച്ചെടുക്കേണ്ടതില്ല. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം റെഡ് ചില്ലീസ് ആഡ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് വഴറ്റി എടുക്കേണ്ടതാണ്. മല്ലിയില എണ്ണയിലിട്ട് വറുക്കുന്നത് കറിയുടെ ടേസ്റ്റിന് വളരെ നല്ലതാണ്. ഇനി ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഡലിക്കൊപ്പവും ദോശയ്ക്കൊപ്പവും വിളമ്പാവുന്നതാണ്. ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കേണ്ടതാണ്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു സൈഡ് ഡിഷാണ്.
കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. വീട്ടിലെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമാകുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. Hope you all enjoyed the video. Thank you for watching.